3 എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നോക്കിക്കേ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നോക്കൂ, ഇതെല്ലാം എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി എന്നുവെച്ചാൽ എല്ലാവരും ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും പാപികളാണ്. കാരണം ആദമിന്റെ മക്കളാണ് നമ്മൾ, അല്ലേ? അതുകൊണ്ട് ഈ പാപിയായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തിയാലല്ല. കാരണം നമ്മൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവന്റെ മക്കളാണ്. അല്ലെങ്കിൽ അല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ, പണ്ട് നമുക്കറിയാം പിണ്ടാടിന്റെ നടത്തം, പിന്നെ ഈ ഒരു ഉയർന്ന ജാതിക്കാരനായിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹത്തിൽ അവരുടെ ഒരു മോള് വല്ലം പിഴച്ചു പോയാൽ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ പടി അടച്ച് പിണ്ടം വെക്കാൻ ചൊല്ലി കേട്ടിട്ടില്ലേ? അതൊക്കെ ഈ നിയമത്തിൽ വന്നത്. അത് കാരണം ഇവള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവൾ ഞങ്ങൾക്ക് മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ അടിയന്തര മരണാന്തര കർമ്മങ്ങളും ചെയ്തു. ഇനി അവർക്ക് നാളെ കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനുള്ള അവകാശം കിട്ടുമോ? ഇല്ല. എന്ന വണ്ണം ആദ്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദമിനെ ഇപ്പൊ നമ്മുടെ ഭാഷ പറഞ്ഞ പടി അടച്ച് പിണ്ടം വെക്കുന്ന ഒരു അനുഭവം. അവനെ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്താക്കിയതാണ്. അവന്റെ മക്കളായിരിക്കും നമുക്കും സ്വർഗത്തിൽ അവകാശം ഇല്ല. ആദമിന്റെ മക്കളായിരിക്കുന്ന പാപികളായിരിക്കും നമുക്ക് സ്വർഗത്തിൽ അവകാശമില്ല. എന്നാൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം, അപ്പൊ ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടു പോയ ആ പാപികളുടെ ഇടയിൽ നിന്നും ദൈവത്തിലേക്ക് യേശുക്രിസ്തു മൂലമുള്ള വീണ്ടെടുപ്പ് സൗജന്യമായിട്ടത്ര നമുക്ക് തരുന്നു. നീതി എന്ന സൗജന്യം നമുക്ക് പണച്ചെലവില്ല, മറ്റ് പ്രവൃത്തികളില്ല. എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ കൂടാതെ സൗജന്യമായിട്ട് നമ്മളെ വീണ്ടെടുക്കുകയാണ്. മനുഷ്യന് ഈ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ കഴിയത്തില്ല. അതായത് നമ്മുടെ വീണ്ടെടുപ്പ് വില എന്ന് പറഞ്ഞാൽ നമ്മുടെ തുല്യമായിരിക്കുന്ന തുകയാണ് ദൈവ കോടതിക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ തുക എത്ര? തുലാഭാരം പോലെ എന്ന് തന്നെ പറയാം. അത് തുല്യമായിരിക്കുന്ന വില. പക്ഷെ നമ്മുടെ വില എത്ര? നമ്മുടെ സർവ്വലോകത്തെക്കാളും വിലയേറിയവനായതുകൊണ്ട് നമുക്കാർക്കും പണം കൊടുത്തോ മറ്റ് ശാരീരികമായിരിക്കുന്ന കർമാചാരങ്ങൾ കൊണ്ടോ ദൈവസന്നിധി ചെല്ലുവാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ വില അത്ര വലുതായതുകൊണ്ടാണ്. ചെറിയ വിലയാണെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നു. അപ്പൊ ഇത്ര ഉന്നതമായിരിക്കുന്ന ഒരു വില നമുക്കുള്ളതുകൊണ്ട് ഒരു മനുഷ്യനും അവന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം സൗജന്യമായിട്ട് നമുക്ക് നീതീകരണം തന്നിരിക്കുക. അതെങ്ങനെയാണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. നോക്കൂ, പിന്നെ വിശ്വസിക്കുന്നവർക്ക് അവൻ. അപ്പോൾ നോക്കിക്കേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് രക്ഷ വന്നില്ല. അത് വിശ്വസിക്കുന്നവർക്ക്, ഇവിടെ അങ്ങനെയല്ലേ, വിശ്വസിക്കുന്നവർക്കാണ് ഈ രക്ഷ.